മോദിക്ക് തിരിച്ചടിയാണോ ഒന്നാം ഘട്ട പോളിംഗ് നൽകുന്ന സൂചന? പലയിടത്തും അങ്ങനെ വായിക്കുന്നു. അതായത് സൗത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കഴിഞ്ഞ പ്രാവശ്യവും ഏറ്റവും സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി BJP തന്നെയായിരുന്നു. ഇത്തവണ സൗത്ത് ഇന്ത്യയിൽ വല്ലാതെ ഫോക്കസ് ചെയ്യുന്നുണ്ട് BJP. എന്നാൽ പോലും ഫലം അത്ര പ്രതീക്ഷിച്ച ഒരു പാറ്റേണിലേക്ക് എത്തുന്നില്ല എന്നൊരു സൂചന പൊതുവിൽ പലരും പറയുന്നുണ്ട്. പ്രതിപക്ഷ ക്യാമ്പുകളുടെ ആവേശം വരുന്നുണ്ട്, അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷേ ചില കണക്കുകൾ പറയുന്നത് ഒരു പോൾ ചെയ്തതിൻ്റെ ഇലക്ഷൻ നടന്നതിൻ്റെ 60% സീറ്റുകളും BJPക്കാണ്. BJPക്ക് കിട്ടും, BJPക്കും അല്ലെങ്കിൽ സഖ്യകക്ഷികൾക്ക് കിട്ടും. എന്നാലും പ്രതീക്ഷിച്ച ഒരു ഫിഗറിലേക്ക് 100 സീറ്റുകൾ എന്ന ഫിഗറിലേക്ക് BJP എത്തുന്നില്ല. ഒന്നത്. രണ്ടാമത് ബീഹാറിലെ ചില മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ ഹിന്ദി ചാനലുകളൊക്കെ നോക്കുമ്പോൾ അവിടെയുള്ള ഹിന്ദിയിലുള്ള കമൻറ്റുകൾ വായിച്ചപ്പോൾ പലതിലും കണ്ടത് ചെറുപ്പക്കാർ വോട്ട് ചെയ്യാൻ വരുന്നില്ല, അത് BJP പ്രവർത്തകർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അമിത്ഷായൊക്കെ ടാഗ് ചെയ്ത് ഹിന്ദിയിൽ ബീഹാറിൽ നിന്നുള്ള ചില ആളുകളൊക്കെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ കാണാനിടയായി. ചെറുപ്പക്കാർ തെരഞ്ഞെടുപ്പിനോട് ഒരു വിരക്തി കാണിക്കുന്നുണ്ടോ? വൃദ്ധന്മാരുടെ ഒരു വ്യായാമമായി തെരഞ്ഞെടുപ്പ് മാറുകയാണ്. നമ്മൾ ഒന്നാം ഫേസ് കൊണ്ട് മാത്രമല്ല, നമ്മുടെ വോട്ടർ പട്ടികയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിലും ചെറുപ്പക്കാർക്ക് ഒരു താല്പര്യക്കുറവ് പ്രകടമായിരുന്നു. ഇപ്പം ഈ 2000 ആണ്ടിന് ശേഷം ജനിച്ച ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയാക്കിയവരാണ് ഈ വോട്ടർ പട്ടികയിൽ വരാൻ യോഗ്യരായവർ. അങ്ങനെയുള്ള ജനവിഭാഗങ്ങളിൽ നിന്നും പകുതിയിൽ താഴെ ആളുകളെ ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 38% വോട്ട് ചെയ്യാൻ അർഹരായ പ്രായപൂർത്തിയായവർ എന്ന അർത്ഥത്തിലുള്ളവർ 38% പേരെ 100ൽ 38 പേരെ വോട്ടർ പട്ടികയിൽ ഉള്ളൂ. അത് എന്താണ് അതിൻ്റെ പ്രയാസം എന്ന് വോട്ടർ പട്ടികയിൽ പോയി നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ചെന്ന് ചെയ്യാനുള്ള പ്രയാസം, ഇത് ഓൺലൈൻ സംവിധാനത്തിലൂടെ ചെയ്യാനുള്ള സൗകര്യം ഉപയോഗിക്കാൻ അല്ല, അത് ശരിയല്ല സാർ. അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇത് സാറ് പറഞ്ഞാൽ വളരെ ശരിയാണ്. പക്ഷേ ഓൺലൈൻ്റെ കാര്യത്തിൽ എൻ്റെ മകൻ വോട്ട് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ 1 മാസമായിട്ട് അപേക്ഷ കൊടുത്തു, നോ റെസ്പോൺസ്. അപ്പോൾ ഇവർക്ക് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അവിടെ പോയി കാത്ത് നിന്ന് വോട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് LDFകാർ ചെയ്യുന്നത് വീട്ടിൽ വന്ന് എല്ലാം വേരിപ്പിച്ച് പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൊണ്ട് BLO മാർക്ക് കൊടുത്ത് അവർ വോട്ടർമാരാക്കും. കേരളത്തിൽ LDF അങ്ങനെ ചെയ്യും. കേരളത്തിൽ LDF അങ്ങനെ ചെയ്യുന്നു. പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഞാനിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അവർക്ക് അതിശയമാണ്. എല്ലാ വീട്ടിലും കയറുന്നു, സ്ലിപ്പ് കൊടുക്കുന്നു. ഇതൊന്നും വടക്കേ ഇന്ത്യയിൽ ഇല്ല. അവരൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന 4 പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ ഏതാനും അനൗൺസ്മെൻറ്റ് വാഹനം പോകും. റോഡ് ഷോകൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മാത്രമാണ് വീട് വീടാന്തരം. അതിൽ ആവേശഭരിതരായി ഈ പ്രാവശ്യം എനിക്ക് എൻ്റെ സംവിധാനാവകാശം വിനിയോഗിക്കണം, ഇത് ആദ്യമായി വോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കൗതുകമെങ്കിലും ആണ്. അത് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. 2014 നേരെ മറിച്ചായിരുന്നു. അന്ന് 70% വരെ പുതിയ വോട്ടർമാരുണ്ടായിരുന്നു. വോട്ടർമാർ അർഹരായ 100 പേരുണ്ടെങ്കിൽ 70 പേരും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആ സ്ഥാനത്താണ് ഇപ്പോൾ അതിൻ്റെ പകുതി. അതിന് അന്നത്തെ സവിശേഷമായ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായിരുന്നു. ഒന്ന്, ഇന്ത്യയിലെ ഒരു പുതിയ രാഷ്ട്രീയ നേതൃത്വം വരണം. മോഡി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നതിൻ്റെ ഒരു ആകർഷണീയത. 2, നിർഭയ പോലെയുള്ള കേസുകൾ, 2G സ്പെക്ട്രം പോലെയുള്ള അഴിമതി, അണ്ണാ ഹസാരയുടെ സമരം, ഈ അഴിമതി വിരുദ്ധ സമരം, അഴിമതി രഹിതമായൊരു രാഷ്ട്രീയ ഭരണകൂടം ഉണ്ടാക്കണം. അതുകൊണ്ട് യുവമാർക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് നമ്മുടെ ചെറുപ്പക്കാർ തീരുമാനിച്ചു. ആ ആവേശം ഒരു ദിവസം കൊണ്ട്, നമുക്ക് അറിയാം, നിർഭയ കേസിൽ ഒറ്റ ദിവസം കൊണ്ട് മെഴുകുതിരി കത്തിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതാണ് ഇന്ത്യ. പക്ഷെ അതിനൊരു മറുവശമില്ലേ സാർ? അങ്ങനെ ചെറുപ്പക്കാർക്ക് അപ്പം സംഘടിതമായി നമ്മുടെ യുവത്വം വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്ത് കോൺഗ്രസിനിട്ട് പണി കൊടുത്തതാണ് 2014. ഇപ്പോൾ വോട്ട് ചെയ്യാൻ വോട്ടർ പട്ടിക പേര് ചേർക്കാൻ പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് വലിയ ആശങ്കകളൊന്നുമില്ല. അതൊരു കാര്യമാണ്, അതൊരു ഘടകമല്ലേ. ഓവർ ക്ലാരിറ്റി, അതാണ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. ഇനിയിപ്പോൾ അടുത്തതും മോദി തന്നെയാണ്, വാക്ക് ഓവർ ഫോർ മോദി എന്ന് കരുതുന്നവരാണ്. അത് മാത്രമല്ല, അതുപോലെ സംഘടിതമായി വോട്ട് ചെയ്ത് തോൽപ്പിക്കേണ്ട ഒരു ഫിഗറും അല്ല മോദി. അതെ അതെ, അങ്ങനെ പോസിറ്റീവ് വശമില്ലേ? അല്ല, മോഡിയുടെ സാധ്യതയെക്കുറിച്ച് സംശയമില്ല. 2, മോഡിക്ക് ബദലായി ഒരു പുതിയ നേതൃത്വം ഉയർന്നു വരുന്നില്ല. പിന്നെന്തിന് വെയിൽ കൊണ്ട് വോട്ടർ പട്ടിക പേര് ചേർക്കാൻ പോകണം? അതുകൊണ്ട് ഇതിനെ ഒരു നിസ്സാരമായി. അത് മാത്രമല്ല, തുടച്ചു നീക്കേണ്ട ഒരു അഴിമതി അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, അത്തരം പ്രശ്നങ്ങളില്ല. പിന്നെ യുവാക്കളെ ഡയറക്റ്റായി ബാധിക്കുന്ന പല പ്രശ്നങ്ങളിലും പ്രതീക്ഷാ നിർഭരമാണ്. വോട്ട് ചെയ്ത് നിർത്തേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സുനിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബീഹാറിൽ ഇപ്പോൾ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോൾ അവിടെ 48.9 ഉള്ളൂ.
ഇപ്പോൾ 50% പോലും പകുതി വോട്ട് പോലും അവിടെ ചെയ്തിട്ടില്ല. അവിടെ ചെറുപ്പക്കാരുടേത് വെറും 17%. അതെ, ലിസ്റ്റിലുള്ള വോട്ടർമാരിൽ ലിസ്റ്റിൽ മുഴുവനും വന്നില്ല എന്ന് മാത്രമല്ല, ആ ഉള്ളതിൽ വെറും 17% ചെറുപ്പക്കാരെ ബീഹാറിൽ ഫസ്റ്റ് ഫേസിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഡൽഹിയിൽ കുറവാണ്, യു പിയിൽ കുറവാണ്, യു പിയിൽ ഇലക്ഷൻ നടന്നിടത്ത് കുറവാണ്. മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ വടംവലികൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ 22% ചെറുപ്പക്കാരെ. അതെ, ജനാധിപത്യത്തിൽ പൗരനുള്ള ഏറ്റവും വലിയ ആയുധമാണ് വോട്ട്. ആ വോട്ട് പ്രയോഗിച്ച് പുറത്താക്കേണ്ട ഒരു സർക്കാരല്ല ഉള്ളത്. സർക്കാർ നമുക്ക് വളരെ ഫേവറബിൾ ആണ്, വി ആർ കംഫർട്ടബിൾ. അവർ വരികയും ചെയ്യുന്നതിൽ അവർക്ക് സംശയം. അതെ, അതുകൊണ്ട് നമുക്ക് ഒരു വോട്ടർ പട്ടിക പേര് ചേർക്കാൻ ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരു പിക്നിക്കിന് പോവാം. അങ്ങനെ വരുന്ന അതാകാനാണ് സാധ്യത. ആ ഒരു മൂടുണ്ട്. കാരണം 2014 ഒരു സിനോറിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് യുദ്ധത്തിന് വോട്ട് ചെയ്ത് നിലവിലുള്ള സംവിധാനം മാറ്റണമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ പൊതുവിൽ അവർ ബോറടിച്ചു. വിരസത ഒരു പ്രധാന കാര്യമാണ്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ വലിയ കൗതുകകരമായ ആവേശമൊന്നും ഉണർത്തുന്നില്ല. പതിവ് പോലെ ഇങ്ങനെ പോവുകയാണ്. മാത്രമല്ല സാർ, അവർക്കിപ്പോൾ സഞ്ചരിക്കാൻ നല്ല ട്രെയിനുകളുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഈ വോട്ടർ പട്ടികയെ നേരത്തെ പറഞ്ഞ പോലെ പേര് ചേർക്കാൻ ക്യൂ നിൽക്കുന്നതിന് പകരം മോദി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന 10-16 വരി പാതകളിലൂടെയൊക്കെ സഞ്ചരിച്ച് എവിടെയെങ്കിലുമൊക്കെ പോവാം. പിന്നെ പേപ്പർലെസ് കറൻസി ഉണ്ട്, ഇപ്പോൾ പൈസ കൊണ്ട് നടക്കണ്ട. അങ്ങനെ വലിയ മാറ്റം ചെറുപ്പക്കാർ വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട്. ലൈഫ് ഈസിയായി. നമ്മുടെ കേരളത്തിൽ നിന്ന് പോലുമുള്ള ചില വ്ളോഗർമാർ, പണ്ടൊക്കെ ഈ മോദി എന്നൊക്കെ പറഞ്ഞാൽ കലി തുള്ളുന്ന ചില ആളുകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് ഗതികെട്ട് അന്തം വിട്ട് ചില വീഡിയോകൾ ചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഈ 370-ാം വകുപ്പ് കാശ്മീരിൽ നിന്ന് പിൻവലിച്ചതോടുകൂടി കാശ്മീർ എന്ന അടിപിടി ഭീകര പ്രദേശം ഇപ്പോൾ ടൂറിസ്റ്റ് സങ്കേതമായി. അല്ല, ഞാനപ്പോൾ ആലോചിച്ചത് അത് പറഞ്ഞപ്പോൾ ഓർക്കുന്നത് 370 പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ആ പെങ്കൊച്ചല്ല, അയാളുടെ സഹോദരി പ്രിയങ്കയും കൂടെ അവിടെ പോയി മഞ്ഞുമാരി കളിച്ചു. ഇതിനു മുമ്പ് പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം അവർ മഞ്ഞുമാരി അങ്ങോട്ട്. അതെ, എറിയുന്ന കണ്ടു, വീഡിയോ നമ്മൾ കണ്ട. അപ്പം 370 എടുത്ത് കഴിഞ്ഞപ്പോൾ രാഹുലിനും പ്രിയങ്കയ്ക്കും പോലും അവിടെ പോയി മഞ്ഞിൽ കളിക്കാൻ പറ്റി. അല്ല, കഴിഞ്ഞ മാർച്ചിൽ ശ്രീനഗറിൽ പോയ 4 ദിവസം കഴിഞ്ഞ ആളാണ് ഞാൻ. എന്നിട്ട് അവിടുന്ന് എനിക്ക് കാർഗിൽ വരെ പോകാൻ പറ്റി. സാർ പോയിരുന്നു? ഓ, അത് ശരി. അപ്പോൾ അന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു 2 വർഷം മുമ്പ് എനിക്ക് ഈ സൗകര്യമില്ല, എനിക്കിവിടെ എത്തി നോക്കാൻ പറ്റില്ല. ജീവിതത്തിൽ എന്തെങ്കിലും കാശ്മീരിൽ പോകാൻ പറ്റുമെന്ന് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. ആ കാലം മാറിയിരിക്കുന്നു. അവിടെ സാമാന്യ ജനങ്ങൾ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നു. അവരവരുടെ കാര്യം നോക്കുന്നു, കല്ലേറും നിന്നു. അവർ സമാധാനമായിട്ട് ജീവിക്കുകയാണ്. ഇവിടെ CPM 370 പുനഃസ്ഥാപിക്കണം. എന്തിനാണ് 370 പുനഃസ്ഥാപിച്ചാൽ അവിടുത്തെ വിധ്വംസക പ്രവർത്തകർക്ക് കളിക്കാം. അത് എന്തിനാണ് CPM ഡിമാൻഡ് ചെയ്തത്? മാത്രമല്ല, ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്ന ജനങ്ങളെ ഇപ്പോൾ അവർ സ്വന്തം രാജ്യക്കാരായിട്ട് സ്വീകരിക്കുന്നു. അതെ അതെ. മാത്രം ആ ജമ്മു ആൻഡ് കാശ്മീർ പ്രദേശത്ത് നമുക്കിപ്പോൾ പ്രോപ്പർട്ടി ഓൺ ചെയ്യാം. അതെ അതെ. അല്ല, മാത്രമല്ല നമ്മൾ ആർക്കും അവിടെ പോയി ഭൂമി വാങ്ങാം. ABC നമ്മൾ രാജനന്ദിനി എന്ന് പറയുന്ന നമ്മുടെ ഒരു ട്രാവലർ, അവിടുത്തെ ഒരു വനിതാ ട്രാവലർ കാശ്മീരിൽ പോയ കാര്യം പറയുന്നുണ്ട്. കാശ്മീരിൽ ഇപ്പോഴാണ് സാർ എല്ലാ വീടുകളിലും കറണ്ട് എത്തിയത്. അതെ അതെ. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ വീടുകളിൽ മാത്രമല്ല മനസ്സുകളിലേക്കും കൂടെ വെളിച്ചെത്തി. അവർ കുങ്കുമപ്പൂവിൻ്റെ വ്യാപാരമുള്ള സ്ത്രീയാണ്. അപ്പോൾ അവർ പറയാണ്, ആദ്യമൊക്കെ നിങ്ങൾ ഇന്ത്യൻസ് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവർ നമ്മളെന്നാണ് പറയുന്നത്. അതെ, വി എന്ന് പറയാൻ തുടങ്ങി. ഇപ്പോൾ വി എന്ന് പറയാൻ തുടങ്ങി. അതെ. അപ്പോൾ നമ്മുടെ രാജ്യം വല്ലാണ്ട് മാറി. ഇത് ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ചോ അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയോ കളർ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതുപോലെ അടൽ ടണലിലൂടെ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ആഹ്ലാദം, എത്ര പെട്ടെന്ന് ബോർഡറിലെത്താൻ പറ്റും. അതെ അതെ അതെ. അത് നമ്മൾ ഈ തരം വികസനങ്ങൾ അവിടെ അതിവേഗം നടക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ അത് ആസ്വദിക്കുകയും അതിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്തി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്തു. അതെ അതെ. കഴിഞ്ഞ 60 വർഷങ്ങൾ കൊണ്ട് സ്വപ്നം കാണാൻ കഴിയാത്തിരുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. തർക്കമില്ലാത്ത കാര്യമാണ്. അത് മോദിയോടുള്ള വിരോധം കൊണ്ട് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ അതിനും കുറ്റം പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ നമ്മൾ ഗൂഗിൾ പേ വഴി പൈസ കൊടുക്കുമ്പോൾ ഒരുത്തൻ്റെ ഒരു സൂക്കേട് എല്ലാം ഗൂഗിൾ പേ. ഒരാൾ ശപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ പ്രശ്നം, എല്ലാം അക്കൗണ്ടഡായി. അതെ അതെ അതെ. ഇത് ക്യാഷ് എവിടെന്നെങ്കിലും കൈക്കൂലി കിട്ടുന്ന കാശ് കൊണ്ട് ഇത് കൊടുക്കാൻ പറ്റും. അതെ അതെ, എല്ലാം അക്കൗണ്ടഡായി. അപ്പോൾ നമ്മൾ രാജ്യത്തെ നിയമം, നികുതി ഇതൊക്കെ വരുമ്പോൾ ആളുകൾക്ക് കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. തുടക്കത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മാറി ഇപ്പോൾ ആളുകൾ ഇത് നന്നായി എന്ന് വിശ്വസിച്ച്. അതെ അതെ. അപ്പോൾ
അത് ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിച്ചിട്ടുള്ള അതെ 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 അവരെല്ലാവരും ഈ ഓൺലൈൻ ട്രാൻസാക്ഷനാണ്. അവർ ആമസോണിൽ നിന്ന് മേടിക്കുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നു, അതല്ലെങ്കിൽ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നു. നമ്മുടെ ജീവിതം എങ്ങനെയാണ് മാറി പറഞ്ഞത് അല്ലേ 10 വർഷം കൊണ്ട്? ഇതിന് തകിടം മറിക്കുക എന്നതിൽ വലിയൊരു പങ്ക് വഹിക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ള അവരുടെ പ്രകടന പത്രികയിൽ ഒരു ക്ലോസ്, ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്കെല്ലാം 1 ലക്ഷം രൂപ വർഷം കൊടുക്കും. 1 ലക്ഷം രൂപ ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്ക് കൊടുക്കും എന്ന് പറയുമ്പോൾ ഈ പൈസ എവിടുന്ന് വരും? ഈ പൈസ വരേണ്ടത് നികുതിദായകൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ബാക്കിയുള്ള ടാക്സ് കൂട്ടും. നികുതി അടയ്ക്കേണ്ടത് ഇവിടുത്തെ മധ്യവർഗമാണ്. ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്നത് മധ്യവർഗമാണ്. മധ്യവർഗം ഇതൊരു അങ്കലാപ്പിലാണ് എടുക്കുന്നത്. കോൺഗ്രസിന് വലിയ തിരിച്ചടി കിട്ടും. അതെ അതെ അതെ. ആ പ്രഖ്യാപനം 1 ലക്ഷം രൂപ കൊടുക്കും, ബാക്കി വേറെ എന്തൊക്കെയോ സ്കീമുകൾ ലക്ഷങ്ങൾ. മാത്രമല്ല സുനിൽ, ഈ രാജ്യത്ത് എങ്ങനെയാണ് എല്ലാ കാര്യവും ഏതെങ്കിലും ഒരു കാര്യം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? അതെ, സൗജന്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. അതിന് നമ്മൾ രാഷ്ട്രീയക്കാർക്ക് നന്ദി പറയേണ്ട കാര്യമില്ല, നികുതിദായകനെയാണ് നന്ദി. അതെ, ഒരിടത്തുനിന്ന് എടുത്ത് വേറിടത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അനർഹമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചാൽ അതിൻ്റെ ഭാരം, പ്രത്യേകിച്ച് ഈ സൗജന്യങ്ങൾ കൊടുത്താൽ അതിൻ്റെ ഭാരം ഡയറക്റ്റായിട്ട് നികുതി നായകനെയാണ് ബാധിക്കുന്നത്. ഏതായാലും NDAയുടെ BJPയുടെ മാനിഫെസ്റ്റോ കാണുമ്പോൾ ഇങ്ങനെ സൗജന്യങ്ങളൊന്നുമില്ല. ഇല്ല, ഒരു ഫ്രീയും ഇല്ല. ഒരു ഫ്രീയും ഇല്ല. ബാക്കി എല്ലാവരും വാരിക്കോരി ഫ്രീ ആണ്. ഒരു ഫ്രീയും ഇല്ലാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും സൗജന്യം 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ. അത് ഫ്രീ അല്ല, അതൊരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമായ പ്രവർത്തനമാണ്. ഇങ്ങനത്തെ അത് ഇൻഷുറൻസ് ലിങ്ക്ഡ്. അതെ അതെ. മുദ്രാ ലോൺ കൊടുക്കുന്നത് വർദ്ധിപ്പിക്കും. ഇങ്ങനെയുള്ള പദ്ധതികളും അല്ലാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 1 ലക്ഷം രൂപ വീതം പോക്കറ്റിൽ ഇട്ട് തന്നേക്കാം എന്ന പരിപാടിയൊന്നുമില്ല. അല്ല, അത് ഈ എല്ലാ പാവപ്പെട്ടവർക്കും ഈ പൈസ കിട്ടുമെന്ന് വരുമ്പോൾ അവർ പാവപ്പെട്ടവർക്ക് പെട്ടെന്നൊരു ആഹ്ലാദം തോന്നും. അതുകൊണ്ട് ഈ നികുതി കൊടുക്കേണ്ടവൻ്റെ തീ ഒരു ഇടുകയാണ്. എങ്ങനെ കൊടുക്കാൻ പറ്റും ഇത്? അപ്പോൾ ഈ പ്രഖ്യാപിച്ചവർക്കും അറിയാം ഇപ്പോഴും അധികാരത്തിൽ വരില്ല. അതുകൊണ്ട് എന്തും പറയാം. ഇതിപ്പോൾ നാളെ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, തോട്ടിൻകരയിൽ വിമാനമിറക്കാൻ താവളം ഉണ്ടാക്കും എന്ന് പറയുന്നത് പോലുള്ള ഒരു പ്രഖ്യാപനമായിട്ട് ഇത് തീരും. അല്ല, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് യുവാക്കൾ വോട്ടർമാരല്ലാതാവുന്നത് വോട്ട് ചെയ്യാതിരിക്കുന്ന ആശങ്കയിലാണോ എന്ന് തുടങ്ങിയിട്ട് നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിഗമനത്തിലെത്തി. അല്ല, തികച്ചും ഈ യുവാക്കളെ പ്രചോദിതരാക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾക്കൊരു ബാധ്യതയുണ്ട്. അവർക്ക് പ്രതീക്ഷ നൽകണം, അവർക്ക് ഈ ഇൻസ്പിറേഷൻ കൊടുക്കണം. അതിന് നമ്മുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാൾ ഈ പ്രാവശ്യം ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് ഈ അപ്പതി കാണിക്കുന്നത്. യുവാക്കളോട് 1 ലക്ഷം രൂപ പറഞ്ഞാൽ അവർ പോയി പണി നോക്കണമെന്ന് പറയാം. അവർക്കറിയാം ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. അല്ല, ഈ സൗജന്യങ്ങൾ എന്തും സ്വീകരിക്കുന്നവനാണ് മണ്ടൻ. അതെ അതെ. ഉത്തരവാദിത്വമില്ലാത്ത ഇത് വിയർക്കാതെ പണം കിട്ടുന്നത് ഇനി എന്ത് ഭംഗിയാണുള്ളത്. അതെ അതെ. ഏതായാലും നരേന്ദ്രമോദിയുടെ ഒരു കാലം വിലയിരുത്തപ്പെടുന്ന ഒരു അവസരം കൂടിയാണ് തിരഞ്ഞെടുപ്പ്. ആസ് എ വോട്ടർ വ്യക്തിപരമായി എനിക്ക് വളരെ സന്തോഷകരമായ, ജീവിതം വളരെ കംഫർട്ടബിളായ, അനായാസമായ ഒരു കാലമായിരുന്നു മോദി സർക്കാർ ഉണ്ടായത്. എന്നെ സംബന്ധിച്ച് വ്യക്തി എന്ന നിലയിൽ എനിക്ക് സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഒരു മനുഷ്യനിൽ ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഉണ്ടാക്കുവാൻ ഒരു ഭരണകൂടം ഉറപ്പായിട്ടും അതിൽ മോഡി നമ്മൾ മുമ്പില്ലാത്ത പല സർക്കാരുകൾ, വിദേശത്തൊക്കെ ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, വിദേശത്ത് പോയി US-ലും UK-ലും ഒക്കെ ഉള്ള ആളുകൾ, എനിക്കറിയാവുന്ന കോൺഗ്രസ്സുകാരായിരുന്ന പോലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട്. അവരൊക്കെ സംസാരിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ മോദി എന്ന് പറയുമ്പോൾ, ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ ഒരു വല്ലാത്തൊരു റെപ്യൂട്ടേഷൻ ഉണ്ട് എന്ന് അവർ പറയാറുണ്ട്. സുനിൽ ഓർക്കുന്നില്ലേ, ഉക്രൈനിൽ യുദ്ധം തുടങ്ങിയപ്പോൾ കുടുങ്ങിപ്പോയ നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികളെ, ആ വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മൾ പാകിസ്ഥാനിലെ വിദ്യാർത്ഥികളെയും നമ്മൾ രക്ഷിച്ചു. നമ്മുടെ പതാക കിട്ടിയ വാഹനങ്ങളിൽ കൊണ്ടുവന്നു. അതെ അതെ. ലോകത്താർക്കും ഒരു യുദ്ധം നടക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സമാധാന ഇടനാഴി ഉണ്ടാക്കി നമ്മുടെ പൗരന്മാരെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് വരാൻ പറ്റുക. ആ കൂട്ടത്തിൽ നമ്മുടെ കൊടിയുടെ കീഴിൽ നമ്മുടെ ശത്രുരാജ്യം, അവിടുത്തെ കുട്ടികളും വന്നു എന്ന് പറയുന്നത് എത്ര വലിയ അഭിമാനകരമാണ്. അപ്പോൾ നമുക്ക് മോദിയുടെ 5 വർഷക്കാലം അഭിമാനകരമായിരുന്നു. രാഷ്ട്രീയമായിട്ട് ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി ഉണ്ടാകുന്ന, ബോർഡറിലൊക്കെ ഈ ഇന്ത്യൻ പതാകയ്ക്ക് സല്യൂട്ട് കൊടുത്തത്. അതെ അതെ. അല്ല, ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി ഉണ്ടാകുന്ന വിഭാഗങ്ങൾ സ്വാഭാവികമായി ആര് ഭരിച്ചാലും ഉണ്ടാവും. പക്ഷേ അവർ അതൃപ്തിക്കൊപ്പം
കണ്ണു തുറന്നിട്ട് ഈ നാടിൻ്റെ മൊത്തത്തിലുണ്ടായ വികസനം കൂടി കാണേണ്ടതാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അത് കേരളം പോലെയുള്ള ഒരു പ്രബുദ്ധ സമൂഹം എന്ന് നമ്മൾ കൂടെ പറയുന്ന പക്ഷേ കേരളത്തെ സംബന്ധിച്ച് എനിക്ക് നിരാശയാണ് സാർ. നമ്മളിപ്പോഴും സാർ ആദ്യം പറഞ്ഞ പോലെ ഒരു ഹിപ്പോക്രാറ്റിക് കമ്മ്യൂണിറ്റി ആയിട്ട് നിന്നിട്ട് ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ് അത്രേ, ഞങ്ങൾ ചാണകം ചവിട്ടില്ല. പിന്നെ പറയുന്നു പ്രധാനമന്ത്രി കാപ്പി കുടിക്കാൻ വിളിച്ചാൽ ഞാൻ പോവില്ല എന്ന് പറയുന്നൊരു MP മത്സരിക്കുന്നുണ്ട്. ഇയാൾ പിന്നെ പാർലമെൻറ്റിൽ പോയിട്ട് എന്തെടുക്കുകയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിക്കത്തില്ല എന്ന് പറയുന്ന ഒരാളെ പാർലമെൻറ്റിലേക്ക് എന്തിനാണ് അയക്കുന്നത്? അതെ അതെ അതെ. അല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, തൃശ്ശൂരിലെ ഒരു എഴുത്തുകാരി BJP വീണ്ടും അധികാരത്തിൽ വരുന്നതിൽ വലിയ വിഷമം പ്രകടിപ്പിച്ചിരിക്കുന്നു. അതാരാ? സാറാ ജോസഫ്. ഓ, ഇനിയും BJP അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ഇന്ത്യയുടെ ആത്മഹത്യ എന്ന് പറഞ്ഞോ? ഇല്ല, പണ്ടൊരാൾ അങ്ങനെ പറഞ്ഞായിരുന്നു. ആ, ബാംഗ്ലൂരിൽ ഒരാൾ പറഞ്ഞു, കേരളത്തിലും പറഞ്ഞു. എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അല്ല, ബാംഗ്ലൂരിൽ പറഞ്ഞ ആളിന് BJP പ്രവർത്തകർ വിമാന ടിക്കറ്റ് അയച്ചു കൊടുത്തു പാകിസ്ഥാനിലേക്ക്. വേറൊരാൾ ഞാൻ പറഞ്ഞത് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞത്. ചെയ്തോ? ഇല്ല, ഞാൻ കഴിഞ്ഞ മാസം കണ്ടിരുന്നു. അല്ല, സാറാ ജോസഫ് അത്രയും വരെ പറഞ്ഞില്ല, അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ല. പക്ഷേ അവർക്ക് മോഡി വീണ്ടും അധികാരത്തിൽ വരുന്നത് തീരെ പിടിക്കുന്നില്ല. അവർ വോട്ടെണ്ണുന്ന ദിവസം സാറാ ജോസഫ് കരയുമായിരിക്കും. അല്ല, ഒരുപാട് പേരുടെ കരച്ചിൽ ഇനിയും കേൾക്കാനുണ്ട് സാർ. അതെ പക്ഷേ ആ കരയുന്നവരൊക്കെ രാജ്യവിരുദ്ധ ശക്തികളുടെ ഒപ്പമാണ്. അല്ല, ഇവരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ അവർ യാഥാർത്ഥ്യബോധമുള്ളവരും സത്യം പറയുന്നവരുമാണെന്ന് തോന്നണം. അത് ഇല്ലാത്തിടത്തോളം കാലം ഇവരെ സമൂഹം ശ്രദ്ധിക്കാതെയാവും. അതേ ഇവർ മനസ്സിലാക്കുന്നില്ല. അല്ല, സാറാ ജോസഫ് എന്ന് പറഞ്ഞാൽ ആരുവാന്ന് ചോദിക്കൂലേ ആളുകൾ? വരും. അല്ല, നമ്മുടെ ഈ സമൂഹത്തിലെ 1% സാറാ ജോസഫിനെ അറിയാവോ? ഇല്ല. അല്ല, എഴുത്തുകാർക്ക് സമൂഹത്തിലുള്ള വില കുറഞ്ഞു വരിക. അവർ തന്നെ സ്വയം വില കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും യുവാക്കൾ വോട്ട് ചെയ്യാത്തത് മോദിയോടുള്ള ദേഷ്യം കൊണ്ടല്ല, മോദിയിലുള്ള വിശ്വാസം കൊണ്ടാണ്. വിശ്വാസം കൂടുതലും കൊണ്ടാണ്. അതെ, മോഡിയെ ഇനി നമ്മൾ സഹായിക്കാതെ തന്നെ അദ്ദേഹം വന്നു. അതെ, കാരണം അവർക്ക് പണി അറിയാം. ഞാൻ പറഞ്ഞത് ഓവർ ക്ലാരിറ്റി ഒരു നല്ല വാക്കാണ്. അതാണ് അപ്പോൾ അത് ഒരു വിനാശമാകാതിരിക്കട്ടെ. അതെ, ചെറുപ്പക്കാർ ആവശ്യത്തിന് മോഡിയെ സഹായിക്കേണ്ട സന്ദർഭത്തിൽ സഹായിക്കട്ടെ. മൂന്നാം മോഡി സർക്കാർ കൂടുതൽ ഭാസുരമായ ഒരു ജീവിതം നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് ചെറുപ്പക്കാർക്ക് നൽകട്ടെ. ട്രെയിലറാണ് ഇതുവരെ. അതെ, നമ്മളിത് കാണാൻ പോവുകയാണ്. ആ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.